ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ബിഗിനേഴ്സിന് ഉള്ള പ്രശ്നങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുമ്പോൾ പരമാവധി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയർ വരെ മാക്സിമം ഇടും. ഫോർത്തിലേക്ക് ഇടാറില്ല, അല്ലെങ്കിൽ ഫിഫ്ത്തിലേക്ക് ഇടാറില്ല. ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും വരുത്താതെ പരമാവധി അങ്ങനെ തന്നെ വരുന്ന ഒരു ഗിയറിൽ പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഡ്രൈവിങ്ങിൽ ഈ ഒരു കാര്യം ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനറിന് ഫാസ്റ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ വേഗത്തിൽ എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം, അതിനുള്ള ചെറിയ സിമ്പിൾ ട്രിക്കുകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ് ഇങ്ങനെ ഗിയർ ഇടുന്ന മെത്തേഡല്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ റോഡിന് അനുയോജ്യമായിട്ട് നമുക്ക് എല്ലാ ഗിയറും ഇടണം. അത് ഫാസ്റ്റായിട്ട് ചെയ്യണം. ഇനി ഞാൻ നിങ്ങളെ വണ്ടി ഡ്രൈവ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിതേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. അതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം ക്ലച്ച് അയച്ച് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി ഞാനിത് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എടുത്ത് മുന്നോട്ട് വണ്ടി ഇങ്ങനെ മൂവ് ആക്കുന്ന സമയത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ഗിയർ വളരെ ക്വിക്കായിട്ട് ഇടാം. മുന്നിൽ ചെറിയൊരു കയറ്റം ഉണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലും വണ്ടി കയറി പോകും. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതേ ഫസ്റ്റ് കൊടുത്തെടുത്തു. വണ്ടിക്ക് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ക്ലച്ച് പിടിക്കുക, സെക്കൻഡിലേക്ക് ഇടുക. അതെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു. ഇനി ക്ലച്ച് നയിച്ച് ഞാനിത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പോവുകയാണ്. ഇത് നിങ്ങൾ നോക്കുക, ഇവിടെ ചെറിയൊരു കയറ്റമാണ്. ഞാനിത് സെക്കൻഡ് ഗിയറിലാണ് വണ്ടി കയറി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താലുടൻ തന്നെ നേരിയ തോതിൽ ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക. മൂവ്മെൻറ്റ്സ് നൽകിയാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് കൊടുക്കാം. സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വേഗത്തിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. അതിനുശേഷം നമ്മളിവിടെ വണ്ടി എടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു. നേരിയ തോതിൽ ഞാനിതിവിടെ ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഇതേ ഒന്ന് മൂവ്മെൻറ്റ്സ് ആക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഇതേ സെക്കൻഡിലേക്ക് ഇടുന്നു. കണ്ടോ, ഒരുപാട് ധൃതി പിടിച്ചല്ല ഞാൻ ഗിയർ ഇട്ടത്. വളരെ സാവധാനത്തിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇച്ചിരി മൂവ്മെൻറ്റ്സ് നൽകി കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ധൃതി പിടിച്ച് ഗിയർ ഇടണ്ട. ഓൾറെഡി വണ്ടിക്ക് ആ മൂവ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയുടെ റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ പതിയെ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഗിയറിലേക്ക് നിങ്ങൾക്കിടാം. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ സെക്കൻഡ് വരുന്നു. ഇനി ഇവിടെ നോക്കുക, റോഡ് സ്ട്രെയിറ്റ് ആണ്. നമുക്കിവിടെ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകാം. മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. കണ്ടോ, വളരെ സാവധാനത്തിൽ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ടു. കണ്ടില്ലേ? അപ്പോൾ മൂന്നാമത്തെ ഗിയറിലേക്ക് നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടു. ഇനി നാലാമത്തെ ഗിയറും നിങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പരിശ്രമിക്കണം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ജസ്റ്റ് ബ്രേക്ക് പെടലേ വരുന്നു. ഇപ്പോൾ ചെറിയൊരു ഇറക്കം കൂടിയ റോഡും ചെറിയൊരു വളവുമാണ്. ഈ വളവൊന്ന് തിരിഞ്ഞാലുടൻ തന്നെ സ്ലൈറ്റായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിച്ചിട്ടുണ്ട്, വണ്ടി റണ്ണിങ്ങിലാണ്. ഈ സമയത്ത് സാവധാനത്തിൽ റോഡിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ നോക്കിയ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർത്തിലേക്ക് ഇട്ടു. കണ്ടോ, അപ്പോൾ ഫോർത്തിലേക്ക് ഇടാൻ പല ആൾക്കാർക്കും പേടിയാണ്. കാരണം നാലാമത്തെ ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര സ്പീഡ് കൂടുമോ എന്നുള്ളൊരു പേടി. ഇപ്പം നിങ്ങൾ നോക്കി, ഏകദേശം ഒരു 30 കിലോമീറ്ററിനോട് അടുത്തുള്ളൊരു സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ മുന്നിലേക്കൊരു ഹമ്പ് വന്നു. ഞാനിതേ ക്ലച്ചിലും ബ്രേക്കിലും വന്നു, വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഫോർത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൂടുന്നില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് കൊടുത്തു, മൂവ് ആക്കുന്നു, ലൈറ്റ് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് സാവധാനത്തിൽ ഇടുന്നു. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് തിരിയണം. ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് വണ്ടി നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് നയിച്ച് നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുന്നു. ലൈറ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുകയാണ്. ഇവിടെ കയറ്റമാണ്, കയറ്റത്തിൽ നമുക്ക് സെക്കൻഡ് ഇടാം, ചെറിയ കയറ്റമാണ്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഫസ്റ്റ് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സാവധാനത്തിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് നൽകി നിങ്ങളൊന്ന് ഇട്ട് നോക്കുക. നിങ്ങൾക്ക് എല്ലാ ഗിയറും മുന്നോട്ട് ഈസി ആയിട്ട് ഇടാം. റോഡ് സ്ട്രെയിറ്റ് ആണോ എന്ന് മാത്രം നോക്കുക. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തേർഡും ഫോർത്തും ഇടാം. ചെറിയ കയറ്റങ്ങളിൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിത് തേർഡിലേക്ക് ഇടുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. നമ്മളിപ്പോൾ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി ഗിയർ ഡൗൺ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, എനിക്കത് അറിയാം. അപ്പം ഞാൻ ഇവിടുന്ന് തന്നെ മെല്ലെ എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുകയാണ്. ബ്രേക്കേ വന്ന് വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യുന്നു. സ്ലോ ചെയ്യുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് കുറയുമല്ലോ.
കുറയുന്ന സമയത്ത് നമുക്ക് ഈ ഗിയറിൽ പോകാനായിട്ട് പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ഡൗൺ ചെയ്യുന്നു. ഇനി മുന്നിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ വരികയാണ്. ഇപ്പം നമ്മൾ വൈകിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വെട്ടത്തിന് കുറവ്. വീണ്ടും ഇത് സെക്കൻഡിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും ജംഗ്ഷനിൽ വന്ന് വണ്ടി സ്ലോ ആയി, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ആകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പതിയെ ഇത്തരത്തിൽ ഗിയർ ഡൗൺ ചെയ്യുക. അപ്പോൾ അതൊരു കയറ്റത്താണെങ്കിലും നമ്മുടെ വണ്ടി ഒരു നിരപ്പ് റോഡിൽ നിന്ന് കയറ്റത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും ഫോർത്തിൽ പോകുന്നു, മുന്നിൽ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് മെല്ലെ നമ്മൾ തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് മുന്നിലേക്ക് കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കുക. കുത്തനെയുള്ള കയറ്റം വരികയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് പരിശ്രമിച്ച് നോക്കുക, നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒരാൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ഇട്ടേക്കുക. ഇന്നത്തെ വീഡിയോ നൈറ്റാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്, വെട്ടം കുറവുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.